7 പേർക്കെതിരെ നടി നൽകിയ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നു. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുന്നത്. കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മൊഴിയെടുപ്പിന് ശേഷം തീരുമാനം എന്നാണ് പ്രത്യേക സംഘം വ്യക്തമാക്കുന്നത്. അശ്വിൻ പാലാഴിയുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, 7-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനമായി ഇത്രയും സമയമെടുക്കാൻ കാരണം 7 പേർക്കെതിരെ പരാതി നൽകി എന്നുള്ളത് തന്നെയാണ്. ഈ 7 പരാതികളും 7ആയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതും. അതുകൊണ്ടാണ് ഓരോ പരാതിയിലും വിശദമായൊരു മൊഴി രേഖപ്പെടുത്തൽ വേണ്ടിവരുന്നത്. പ്രധാനമായും മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു അടക്കമുള്ള പ്രധാനപ്പെട്ട നടന്മാർക്കെതിരായ പരാതികളിൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നടിക്ക് മുന്നിൽ ഉള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് കാരണം 11 വർഷത്തിലധികം പഴക്കമുള്ളൊരു കേസാണ്. അതിൽ ഏതു തരത്തിൽ തെളിവുകൾ നൽകാനാകും എന്നുള്ളൊരു വെല്ലുവിളിയുണ്ട്. ഒപ്പം ചില ആളുകൾക്ക് അന്നേ നൽകിയ 11 വർഷം മുമ്പ് നൽകിയ പരാതികൾ, ആ പരാതികളിൽ ഇപ്പോൾ അവർ അതുതന്നെ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ആവർത്തിക്കുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോഴും ആ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അത് ഇനിയിപ്പോൾ ആ മൊഴി രേഖപ്പെടുത്തിയതിൻ്റെ രേഖകൾ അത് ഇവരിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുക എന്നുള്ള അവസാന നടപടിക്രമത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ഈ മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയാക്കി അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവരുടെ പ്രതികരണവും ഉണ്ടാകും. എങ്ങനെയാണ് തുടർ നടപടി എന്നടക്കമുള്ള കാര്യങ്ങളിൽ അവരൊരു വിശദീകരണം തരും. രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത ഈ മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയായതിന് ശേഷമുണ്ടാകും. ഉന്മേഷ്, ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.